ഉദ്യോഗസ്ഥൻ്റെ കൂടെ പറഞ്ഞ ഈ ഡീനിനെയും അസിസ്റ്റന്റ് വാർഡൻ അവരെല്ലായിടത്തും ഞാൻ പറഞ്ഞു അവരെക്കുറിച്ചുള്ള ആരോപണമല്ല അവരെക്കുറിച്ചുള്ള തെറ്റി അവരെന്താണായാലും മറച്ചു വെച്ചത്. അവരെ പ്രതി ചേർക്കണം, അവര് കൊലക്കുറ്റത്തിന് പ്രതി ചേർക്കണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള വ്യക്തമായ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അവിടുത്തെ കിട്ടിയ സുഹൃത്തുക്കളെ എന്നുള്ള തെളിവുണ്ട്, പിന്നെ ബാക്കി എല്ലാ തെളിവുമുണ്ട് അവർക്കെതിരായി. പിന്നെ ഇന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ ഒരു റിപ്പോർട്ട് ഞാൻ നിങ്ങളെ കണ്ടെന്ന് വിചാരിക്കുന്നു. ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അത് ആരും കണ്ടുപിടിച്ചതല്ല, വേറെ ആരും കണ്ടുപിടിച്ചതല്ല. ഡൽഹിയിലുള്ള ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടുപിടിച്ചിട്ട് ഡീനിന് കൊടുത്ത റിപ്പോർട്ടാണ്. ആരൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഒരു പ്രതിയും കൂടെ അതിൽ വന്നിട്ടുണ്ട്. ആ പ്രതി ഇതുവരെയും പോലീസ് കണ്ടുപിടിച്ചിട്ടില്ല. അവന്റെ കൂട്ടുകാരനെ എന്റെ വീട്ടിൽ വന്ന് അവന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ആഹാരമായി കഴിച്ചിട്ട് പോയ ദേവരാഗ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ, അവന്റെ പേര് ഇപ്പൊ ഇന്ന് ഇതിൽ വന്നിട്ടുണ്ട്, ഇന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡിൽ. അത് പോലീസ് റിപ്പോർട്ട് ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സംശയമുണ്ട് ആരൊക്കെയോ ഇതിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് വന്നിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഡീനിനെതിരെയും കാന്തനാഥിനെതിരെയും അസിസ്റ്റന്റ് വാർഡൻ കൊലക്കുറ്റത്തിന് തന്നെ അവർക്ക് കേസെടുക്കണം. മാത്രമല്ല ഈ സസ്പെൻഷനിലായി നിന്നിട്ട് കാര്യമില്ല, അവരെ സർവീസിൽ നിന്ന് മാറ്റണം. സർവീസിൽ നിന്ന് മാറ്റിയിട്ട് അവരെ ഡിസ്മിസലാക്കി മാറ്റി നിർത്തി കേസ് അന്വേഷിക്കണം. അത് പോരാത്തതിന് 2019 മുതൽ ഇങ്ങോട്ടുള്ള ഏകദേശം 5-6 വർഷത്തിൽ അവിടെ ഒരുപാട് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്, ഒരുപാട് അപകടം നടന്നിട്ടുണ്ട്, മരണം നടന്നിട്ടുണ്ട് ആ കോളേജിൽ. പറ്റുമെങ്കിൽ അത് ആരാണ് അന്വേഷിക്കണമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ UGC അന്വേഷിക്കണം, ചിലപ്പോൾ പോലീസ് അന്വേഷിക്കുമായിരിക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അന്വേഷിക്കുമായിരിക്കും. അതെല്ലാം അന്വേഷിക്കണം. ഒരു 5-6 വർഷത്തിന് ഇങ്ങോട്ട് അവിടെ ഏതൊക്കെ മരണങ്ങൾ നടന്നിട്ടുണ്ട്, ആത്മഹത്യയും അപകടവും, അതെല്ലാം അന്വേഷിക്കണം. അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ആ കോളേജിന് ഇപ്പോൾ തുറന്ന് പ്രവർത്തിച്ചാൽ മതി. അത് അന്വേഷിക്കണം. ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, അങ്ങനെയാണ് ഞാൻ എൻ്റെ വികാരമാണ് പറയുന്നത്. അതിനുള്ള നിയമവശം എനിക്കറിയില്ല. കോളേജിൽ ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ തുറക്കുന്നു എന്ന് പറഞ്ഞു. തിങ്കളാഴ്ച മുതൽ അങ്ങനെ തുറക്കണ്ട, ഇതിനൊരു തീരുമാനമായിട്ട് അറിഞ്ഞിട്ട് തുറന്നാൽ മതി. ഇത്രയും പേര് വന്നല്ലോ പ്രതിയിൽ. ഡീന് വന്നു, കാന്തനാഥൻ വന്നു, എല്ലാവരും വന്നു. അവരെ കൊലക്കുറ്റത്തിന് ചേർക്കട്ടെ. 302 വകുപ്പ് ചേർത്ത് കൊണ്ടുപോയിട്ട് തുറക്കണോ വേണ്ടെന്നുള്ള കാര്യം അവരെ ആലോചിച്ചാൽ മതി. ഇല്ല, ആന്റി റാഗിംഗ് സ്ക്വാഡിലെ അക്ഷയയുടെ പേര് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അറിയില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അവനെ ഈ അവസാന 3 ദിവസം വരെ അവന്റെ ഫോൺ കൺട്രോൾ ചെയ്തതും അവന്റെ റൂമിൽ അവന്റെ അമ്മ വിളിക്കുമ്പോഴെല്ലാം കൂടെ ഉണ്ടായിരുന്ന ഈ അക്ഷയ, ഈ പീഡനം നടക്കുമ്പോഴും അവന്റെ എല്ലാ സമയവും അക്ഷയ കൂടെ ഉണ്ടായിരുന്നത്. മരണസമയം കഴിഞ്ഞിട്ട് പോലും, മരണസമയത്ത് ഹോസ്പിറ്റലിൽ നിന്നായിട്ട് പോലും അവന്റെ അമ്മ ഫോൺ വിളിക്കുന്നത് സിദ്ധാർത്ഥനെ കിട്ടാത്തതുകൊണ്ട് അവന് അക്ഷയ. അവന്റെ അമ്മ വിചാരിച്ചു മകൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത്. മകൻ മോർച്ചറിയിൽ കിടക്കുമ്പോഴും അവന്റെ അമ്മ വിളിച്ചു, അക്ഷയ വിളിക്കുന്ന സിദ്ധാർത്ഥന് എന്താ കുഴപ്പം, അവന് എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ അവൻ പറയാ ഒരു കുഴപ്പമില്ല, അവന് ഇപ്പോൾ ഫോൺ കൊടുക്കാമെന്ന്. അപ്പോൾ ഈ 4 മണി 4:30 ആയപ്പോഴേ പറയുന്നതാണ് അവനിപ്പോൾ ഫോൺ കൊടുക്കാമെന്നാണ് പറയുന്നത്. വളരെ വേദനയാണ് അങ്ങനെ പറയുന്നത്. അവൻ കൂടെ ഉണ്ട്, മരിച്ചു കഴിഞ്ഞു, മോർച്ചറിയിൽ കിടന്നു, പെട്ടിയിൽ കയറ്റി. എന്നിട്ട് അക്ഷയ് പറയുക അവനൊരു കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യുക ആൻറ്റി, ഞാൻ ഇപ്പോൾ ഫോൺ കൊടുക്കാമെന്ന്. അതുപോലെ തന്നെ ഉണ്ട്, ഇന്നലെ അവന് കൂടെ വേറൊരു കൂട്ടുപ്രതി ഉണ്ടായിരുന്നു. നെടുമങ്ങാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഒരു ഗൈനക്കോളജിസ്റ്റ് ബിന്ദു സുന്ദർ. ഈ കൊലപാതകം കഴിഞ്ഞ് അന്ന് തന്നെ ഓടി വന്ന് എൻ്റെ വീട്ടിൽ വന്ന്, അവർ പ്രാക്ടീസ് ചെയ്യുന്ന എൻ്റെ വീട്ടിൽ തൊട്ടടുത്താണ്. അവർ ഓടി വന്ന് വീട്ടിൽ വന്ന് പറയുക, അത് എൻ്റെ മകനാണ് വാതിൽ ചവിട്ടി തുറന്നത്, അവൻ തൂങ്ങി നിൽക്കണ കണ്ടിട്ട് എൻ്റെ മകൻ വാതിൽ ചവിട്ടി തുറന്നു, അവൻ്റെ കാല് മുറിഞ്ഞിട്ടുണ്ട്, കാലിലെന്തോ ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞിട്ട്. അത് അവന് എവിടെ വേണോ എന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ട് അവർ നേരെ അവർ തലതിരിഞ്ഞു. അവർ പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് അറിഞ്ഞത് ഒരു നോർത്ത് ഇന്ത്യക്കാർ കുട്ടികളാണ് ചവിട്ടി പൊളിച്ചത്. അപ്പോൾ നമുക്കും സ്വാഭാവികമായിട്ടും നാട്ടുകാർക്കും ഒരു സംശയം ഉണ്ടായി, ബിന്ദു സുന്ദറിന്റെ മകന് റോഹനും ഇതിൽ പങ്കുണ്ട്, ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന്. ഞാനത് എവിടെ വേണമെങ്കിലും പറയാൻ ഞാൻ എഴുതിയും കൊടുക്കാൻ തയ്യാറാണ്. വെറുതെ ഞാൻ ഒരു കാര്യം ഇതുവരെയ്ക്ക് ആരോപിച്ചിട്ടില്ല. ഈ ബിന്ദു സുന്ദറിന് ഗൈനക്കോളജിസ്റ്റ്, നെടുമങ്ങാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ബിന്ദു സുന്ദറിന്റെ മകനാ റോഹൻ, സീനിയറാണ്. അവന് ഇതിൽ വ്യക്തമായി പങ്കുണ്ട്. അവർ ചവിട്ടി തുറന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെന്തുകൊണ്ട് ബാക്ക് തിരിഞ്ഞു, പുറംതിരിഞ്ഞു, അല്ലെങ്കിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അവൻ ഈ റോഹൻ നല്ല രീതിയിൽ പങ്കുണ്ട്. അക്ഷയ്ക്ക് പങ്കുണ്ട്. അക്ഷയുടെ മകൻ, അക്ഷയുടെ അച്ഛൻ അവിടെ നല്ല ഒരു പ്ലാനറാ, ഒരു നല്ല രാഷ്ട്രീയക്കാരനോ. അതുകൊണ്ടായിരിക്കും ഈ അക്ഷയെ തൊടാതെ വെച്ചിരിക്കുന്നത്. എനിക്കറിയില്ല എന്താണെന്ന്. നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഞാനത് പോലീസിനോടും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും സംശയങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ CBIക്ക് അന്വേഷണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്തത്. അദ്ദേഹം അത് ഉറപ്പ് തന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിൽ കുറച്ച് തൃപ്തനുമാണ്. അദ്ദേഹം പറഞ്ഞില്ല അത്. അല്ല, അതറിയില്ല ഏത് നേതാവാണെന്ന് എനിക്കറിയില്ല. അക്ഷയുടെ അച്ഛൻ ഒരു നേതാവാണെന്ന് എനിക്കറിയാം. അത് കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ ഏതായാലും അതെനിക്ക് വിഷയമുള്ളതല്ല. ഞാൻ ആ രാഷ്ട്രീയത്തിലോട്ട് എനിക്ക് പോകാൻ താല്പര്യമില്ല. ഒരു നേതാവാണ് എനിക്കെന്നറിയാം. വലിയൊരു പ്ലാനറാണെന്നും എനിക്കറിയാം. അവിടെ വലിയൊരു പ്ലാനറാണ്. ഈ 2 മാത്രമേ എനിക്കറിയാവൂ. അവർ കണ്ടുപിടിക്കട്ടെ. ഇതുവരെയ്ക്കും അവിടെ ഏതൊക്കെയോ പ്രമുഖ നേതാക്കളെ അവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പേപ്പറിലും കണ്ടു, പത്രത്തിലും കണ്ടു, നല്ല പ്രമുഖരായ നേതാക്കൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതും എനിക്ക് വിഷയമില്ല, അവർ സംരക്ഷിക്കട്ടെ. പക്ഷേ പ്രതിപട്ടികയിൽ കൊണ്ടുവരണം. ഈ 302 വകുപ്പ് ഇട്ടിട്ട് പ്രതിപട്ടികയിലും അക്ഷയെ കൊണ്ടുവന്നേ പറ്റുള്ളൂ.
അതിൽ വേറെ യാതൊരു കോംപ്രമൈസും ഇല്ല. ഈ മർദ്ദിക്കുന്നത് കണ്ടു എന്നുള്ളൊരു മൊഴി അക്ഷയ് പോലീസിന് കൊടുത്തു എന്ന് പറയുന്നു. അപ്പൊ ഈ കേസിൽ ഒരു പ്രധാന സാക്ഷിയായിട്ടല്ലേ അക്ഷയ് മാറുക? ഇല്ല, പ്രധാന സാക്ഷിയാവേണ്ട കാര്യമില്ല. അക്ഷയ് സാക്ഷിയല്ല. മർദ്ദിക്കുന്ന പ്രതി എന്ന് പറഞ്ഞാൽ അതിപ്പോ വളച്ചൊടിച്ച് കൊണ്ടുവരിക, വേണമെങ്കിൽ അവനെ ഒരു മാപ്പ് സാക്ഷിയാക്കാൻ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു സാക്ഷിയാക്കുക, ആ രീതിയിലാണ് കൊണ്ടുവരുന്നത്. അതല്ല ചെയ്യേണ്ടത്. അക്ഷയെ 302 വകുപ്പ് പ്രകാരം കൊലക്കുറ്റത്തിന് കേസ് എടുത്തതിന് അക്ഷയ് ഇതിലോട്ട് കൊണ്ടുപോകണം. ഇപ്പൊ അക്ഷയായിട്ട് അക്ഷയ സൗജന്യത്തിൽ ഇങ്ങനെ കണ്ടെന്ന് പറയണ്ട, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കൊടുക്കണ്ട, ശരി മാപ്പ് സാക്ഷിയാക്കുക അല്ലെങ്കിൽ സാക്ഷിയാക്കുക. അക്ഷയ് സാക്ഷിയല്ല, അക്ഷയ് പ്രതിയാ, 100% അക്ഷയ് പ്രതിയാ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ ആന്റി റാഗിംഗ് സെല്ലിന്റെ റിപ്പോർട്ടിൽ പോലും പേരില്ലാത്ത ഒരാളെ എങ്ങനെയായിരിക്കും, എന്താണ് അക്ഷയ്ക്കെതിരെയുള്ള ഒരു എവിഡൻസ്? നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും സംഭവം? ഇല്ല, അക്ഷയാണല്ലോ ഇപ്പൊ ആ വീട്ടിൽ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് സമയം വീട്ടിൽ ഇത്രയും ഈ പ്രശ്നം നടന്നു, പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്തല്ല അക്ഷയാണ് നമ്മൾ വീട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ഷയ്ക്കെല്ലാം നല്ല രീതിയിൽ ഇത് അറിയാം, ഈ പീഡനം നടക്കുമ്പോഴേ അറിയാം, കൊലപാതകം നടക്കുമ്പോഴേ കാര്യവും അറിയാം. ആ സമയത്തല്ല അക്ഷയ്ക്ക് നല്ലവണ്ണം അറിയാം. പിന്നെ എന്തുകൊണ്ട് ഇതിൽ പേര് വന്നിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് ചിലപ്പോൾ ആന്റി റാഗിംഗ് സ്ക്വാഡ് അടുത്ത ഒരു അന്വേഷണം വരുമ്പോൾ ചിലപ്പോൾ കണ്ടെത്തുമായിരിക്കും. അടുത്ത അന്വേഷണം വരുമ്പോൾ കണ്ടെത്തണം. കാര്യം എന്നാൽ ഇതുവരെയും പ്രതിപ്പട്ടികയിൽ ഇല്ലാത്ത ഒരാളുടെ പേര് വരെ വന്നു, ദേവരാഗ് എന്ന് പറഞ്ഞിട്ട്. പ്രതിപ്പട്ടികയില്ല. അവനെ ബ്രൂട്ടലായിട്ട് അവന്റെ ക്ലാസ്മേറ്റ്സാ റൂംമേറ്റ്സാ ബ്രൂട്ടലായിട്ട് ഉപദ്രവിച്ചില്ല, അവന്റെ പേരുണ്ട്, ദേവരാഗിന്റെ പേര്. അതെങ്ങനെ വന്നു? പോലീസ് റിപ്പോർട്ടിൽ ഇതുവരെയും വന്നിട്ടില്ല. അതെന്തുകൊണ്ട് വന്നിട്ടില്ല? അപ്പോൾ ഓരോ കാര്യം ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടുപിടിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ എനിക്ക് കിട്ടിയ അറിവ് ഞാൻ കണ്ടുപിടിച്ച് കൊടുക്കണം. എനിക്ക് IBയിൽ ജോലിയൊന്നുമില്ല, ഇത് കണ്ടുപിടിച്ച് കൊടുക്കാം. എനിക്ക് കിട്ടിയ അറിവുകളെല്ലാം ഞാൻ കൊടുത്തു. അതുവരെയുള്ള അന്വേഷണങ്ങൾ തന്നെ ഇതുവരെയും വന്ന് നിൽക്കുന്നുള്ളൂ. അതിൽ കൂടുതൽ പോയിട്ടുണ്ടോന്ന് അറിയില്ല. അത് ഞാൻ ഉദ്യോഗസ്ഥന് ഒരിക്കലും കുറ്റം പറയുന്നില്ല, അതിൽ എനിക്ക് താല്പര്യമില്ല. ഉദ്യോഗസ്ഥൻ നല്ല രീതിയിൽ കൊണ്ടുപോയായിരിക്കും, അല്ലെങ്കിൽ കൊണ്ടുപോകുന്നുണ്ട്. എന്തോ കാണുമായിരിക്കും, അവർക്ക് സമ്മർദ്ദങ്ങൾ കാണുമായിരിക്കും. അത് ഞാൻ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. അല്ല, ഞാൻ ആരെയും ഒരു രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയോ ഞാൻ ഇത് കരിവാരിത്തേക്കാനുള്ള എനിക്ക് അതിന് ആവശ്യമില്ല. എനിക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മകന് നീതി കിട്ടണം, ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കല്. ഈ രണ്ട് കാര്യവും എനിക്ക് പ്രധാനമാണ്. അതുകൊണ്ടാണ് ഇതിൽ നടക്കുന്നത്. പിന്നെ ഇതിലൊരു കാര്യം, എല്ലാവരും ഈ രാഷ്ട്രീയത്തിന്, കക്ഷി രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതമോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരും, മീഡിയ ആണെങ്കിലും എല്ലാം എൻ്റെ നല്ല രീതിയിൽ ഇപ്പോൾ ഈ കേസിന് എന്നെ സഹകരിക്കുന്നുണ്ട്, എന്നോട് സഹായിക്കുന്നുമുണ്ട്. ഒരു വേദനയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പോലും അറിഞ്ഞില്ല ഇവിടെ സെക്രട്ടേറിയറ്റിനിടയിൽ സത്യാഗ്രഹം ഇരിക്കുന്നു കുറച്ച് പേര്. കുറച്ച് കോൺഗ്രസ് നേതാക്കളാണ്. കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ABP അല്ല BJP ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരും എനിക്ക് സപ്പോർട്ട് തരുന്നുണ്ട്, ഒരു പാർട്ടി ഒഴിച്ച്. അതെനിക്ക് പറയാം, നിങ്ങൾക്കറിയാം ഏതാണെന്ന്. ഇന്നലെ 2 ദിവസം മുമ്പ് ഒരു വിദ്യാർത്ഥി സംഘടന എൻ്റെ വീട്ടിൽ നിന്ന് പ്രതിഷേധമായി പോയി. അത് കഴിഞ്ഞ് ഇന്നലെ അടുത്തൊരു വിദ്യാർത്ഥി സംഘടന എൻ്റെ വീട്ടിൽ നിന്ന് പ്രതിഷേധമായി പോയി. അവരുടെ ഒരു വിദ്യാർത്ഥി, അവരുടെ കൂട്ടത്തിലുള്ള ഒരു വിദ്യാർത്ഥിയെ ഇങ്ങനെ കൊന്നപ്പോഴേ അവർക്ക് സഹിച്ചില്ല. അതുകൊണ്ട് എല്ലാവരും എന്നെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ സത്യാഗ്രഹം കിടക്കുന്നുണ്ട്. ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്, അല്ലെ സ്ത്രീയുമുണ്ട്. പക്ഷേ സങ്കടമാണ്. ശരിക്കും നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കിപ്പോൾ ആ സമരപന്തലിലോട്ട് ഇപ്പം പോകാൻ പറ്റിയ സാഹചര്യമല്ല. എൻ്റെ മകൻ്റെ ചടങ്ങുണ്ട് 41. അതുവരയ്ക്കും ഞാൻ ഈ അപേക്ഷമായി ഇറങ്ങുന്നതല്ലാതെ വേറെ സമരത്തിലോട്ട് പ്രത്യക്ഷ ഇപ്പോൾ ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ സമരപന്തലിൽ പോയിട്ട്, ഏത് സമരപന്തലിൽ പോയിട്ടാലും അവരൊന്ന് ആശ്വസിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഏത് പാർട്ടി ചെയ്താലും നിങ്ങൾ ദയവ് ചെയ്ത് ഈ സെക്രട്ടറിന്റെ നടയിൽ അവരുണ്ട്. അവരെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്ന് പറഞ്ഞു എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നു. 6-ാം ദിവസം എന്തോ ആയി. അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ഒരു സ്ത്രീയുണ്ട്, ജബി മാത്രമുണ്ട്. അതുകൊണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി മോശമാണ്. ദയവായി നിങ്ങൾ അവരോട് ചെന്ന് പറയുക, എൻ്റെ ഒരു അപേക്ഷയായിട്ട് സത്യാഗ്രഹം അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. അവസാനിപ്പിച്ചിട്ട് അവർ അർജന്റായിട്ട് അവർ ഹോസ്പിറ്റലിലോട്ട് പോകണം. ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ നേടണം. ഇത് എൻ്റെ നിങ്ങളെല്ലാ ഇതുവരെയ്ക്കും നിങ്ങൾ എന്നോട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു അപേക്ഷയാണ്. നിങ്ങൾ അവിടെ പോയിട്ട് അവരോട് സത്യാഗ്രഹം അവസാനിപ്പിക്കാൻ പറയണം. എൻ്റെ ഒരു അപേക്ഷയായിട്ട് അർജന്റായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ഇപ്പോൾ രാവിലെ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ അവർ അവസാനിപ്പിക്കാൻ തയ്യാറല്ല. CBI അന്വേഷണം വന്നാലേ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് പറയുക CBI അന്വേഷണം തന്നിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ട് CBI അന്വേഷണം മുഖ്യമന്ത്രി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർ മുഖ്യമന്ത്രി ഉറപ്പ് കിട്ടി CBI അന്വേഷണം തരാമെന്ന്. അതിന് ചിലപ്പോൾ പുള്ളി പത്രസമ്മേളനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ടായിരിക്കും പറയുക, അതെനിക്ക് എപ്പോഴെന്ന് അറിയില്ല. അവരോട് അവസാനിപ്പിക്കാൻ പറയുക, ദയവ് ചെയ്ത് അവരോട് സംസാരിക്കാൻ പറയാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ മകൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, 15-ാം തീയതി തിരിച്ചു വിളിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കഥ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അതിനുശേഷം നമ്മൾ അറിഞ്ഞത് അവന്റെ കൂടെ ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിലെ അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് അവൻ ട്രെയിനിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴും ഇതിലുള്ള ഈ ബ്രൂട്ടലായിട്ട് ഉപദ്രവിച്ച 3 പേരുണ്ടെന്ന് പറഞ്ഞു ആ ട്രെയിനിൽ. അപ്പോൾ ഇപ്പോഴും എനിക്ക് ഡൗട്ട് ആവുന്നത്, ട്രെയിനിൽ വരെ തിരിച്ചു പോയോ അല്ലെങ്കിൽ എറണാകുളം വരെ തിരിച്ചു പോയോ,
അല്ലെങ്കിൽ അവന് ട്രെയിനിൽ വെച്ച് തന്നെ അവനെ വകവരുത്താൻ വേണ്ടി കൂടെ ഇരുന്നോ, അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് തള്ളിയിടാൻ വേണ്ടി കൂടെ ഇരുന്നോ, ഒന്നും ഉരുപ്പെടുത്താൻ കിട്ടുന്നില്ല. അത് നിങ്ങൾ അന്വേഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് കിട്ടിയ ഒരു വിവരം തന്നെയാ. ചിലപ്പം 2-3 ദിവസത്തിനകം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു വിവരം കിട്ടുമായിരിക്കും. അവന്റെ കൂടെ എനിക്ക് വേറൊരു അപേക്ഷ, അവന്റെ കൂടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നുണ്ട്, അവന്റെ അമ്മ വിളിക്കുമ്പോഴും ചേട്ടാ എവിടെ എത്തി? അപ്പോൾ അവന്റെ അമ്മ പറയുന്നു കോഴിക്കോട് എത്താറായി മോനെ എന്ന് പറയും. ഏതോ ഒരു അപരിചിതനാ. അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ അന്ന് അവന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ, അവർക്ക് അസാധാരണമായിട്ട് എന്തെങ്കിലും, ഇപ്പോൾ ഈ മോനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ കൂടെ ഇരുന്ന ചേട്ടൻ. നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം അറിയാമെങ്കിൽ എന്നെ രഹസ്യമായിട്ട് എൻ്റെ ആ ഫോൺ നമ്പറിലൊന്ന് വിളിക്കുക, ഈ കേസിലൊന്ന് സഹായിക്കണം. അന്ന് ദുരൂഹമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ട്രെയിനിൽ നടന്നു എന്ന് പറഞ്ഞു. അത് പോലീസ് കണ്ടുപിടിച്ചതല്ല, ആന്റി റാഗിംഗ് സ്ക്വാഡുകാരാണ് ഇവനോട് യാത്ര ചെയ്ത, ഈ ഉപദ്രവിച്ചിട്ടുള്ള യാത്ര ചെയ്ത ഒരു 2-3 ആൾക്കാരുണ്ട്. പേര് എനിക്ക് ഓർമ്മയില്ല, പേര് അവർ പറഞ്ഞിട്ടുമുണ്ട് ആരൊക്കെയാണെന്നുള്ളത്. അതും കൂടെ അന്വേഷിക്കുന്നുണ്ട്, എല്ലാം അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ എനിക്കൊരു സന്തോഷം എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല. ഒരു തൃപ്തിയുണ്ട്. മുഖ്യമന്ത്രി ഉറപ്പ് പറഞ്ഞു CBI അന്വേഷിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് പറയാം, അവർ സത്യാഗ്രഹം ഒന്ന് അവസാനിപ്പിക്കണം, ദയവായി അവിടെ പറയാം സത്യാഗ്രഹം അവസാനിപ്പിക്കണം.